ഹലോ ഗൈസ്, നമ്മൾ വീട്ടിൽ പഴയ കിടന്നൊരു ടാങ്ക്, മുകൾ ഭാഗം കുറച്ച് പൊളിഞ്ഞ ഒരു ടാങ്ക് നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വളർത്താമെന്ന് വിചാരിച്ചിട്ട് എടുത്തെല്ലാം കഴുകി വൃത്തിയാക്കി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഡ്രെയിനേജ് ഭാഗത്തൊരു പൊട്ടൽ കണ്ടത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്തപ്പോൾ ഉൾഭാഗത്തും പുറം ഭാഗത്തും ശരിക്കും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം ലീക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഒട്ടിച്ചെടുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ടാങ്കിൻ്റെ പുറം ഭാഗത്തും ശരിക്കും പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും. ആ വാൾവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ശരിക്കും പൊട്ടിയ മാർക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടാങ്കിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഇവിടെ ഭാഗത്ത് പൊട്ടലുണ്ട്, ഈ ഭാഗത്ത് പൊട്ടലുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് പൊട്ടൽ. വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പൊട്ടലുണ്ട്, ഇതുപോലെ തന്നെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ പൊട്ടൽ നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് ഒട്ടിക്കണം. MC വെച്ചാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ ഉൾവശത്തുകൊണ്ട് പൊട്ടിയിട്ട്, അപ്പോൾ നമ്മളിത് ഒട്ടിക്കണം. നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വാട്ടർ ലീക്കില്ലാതെ ഒട്ടിക്കണം. ഈ വാൾവ് ആദ്യം അഴിച്ചെടുക്കാം. നമുക്ക് ആക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിൻ്റെ വാൾവ് ആദ്യം അഴിച്ചെടുക്കാം. നമുക്കിത് എമരി പേപ്പർ വെച്ചിട്ട് ഉരച്ചു കൊടുക്കാം. നല്ല റഫാക്കി എടുക്കണം. നമ്മൾ ഒട്ടിക്കുന്ന പശ നിൽക്കുള്ളൂ. നമ്മുടെ ടാങ്കിന്റെ ഉൾഭാഗത്തും പൊട്ടല് ഇതും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. നന്നായിട്ട് പേപ്പർ വെച്ച് വരച്ചിട്ട് വേണം MC ഇട്ട് ഒട്ടിക്കാൻ. അപ്പോൾ നമുക്കത് പുറം ഭാഗത്ത് വരച്ച പോലെ ഇവിടെ ഉൾഭാഗത്തും നന്നായിട്ട് വരക്കാം. നമ്മൾ MC വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മൾ MC രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് MC മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് ഈ ഭാഗം നന്നായിട്ട് പേപ്പർ വെച്ച് വരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സൂപ്പർ ഗ്ലൂവും കൂടി വെച്ച് ഫ്ലക്സ് കിക്ക്, ആദ്യം ഫ്ലക്സ് കിക്ക് വെച്ച് കുറച്ച് ഡ്രോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ MC ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫ്ലക്സ് കിക്ക് കുറച്ചിടാം. കുറച്ച് ഇട്ട് കൊടുക്കാം. ആ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇറങ്ങിച്ചെല്ലട്ടെ. ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് അധികം ഉണ്ടാവില്ല. ഇതുപോലെ താഴെ പുറത്തും ഭാഗത്തും നമ്മൾ MC മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ MC ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ആകുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കോളും, ലീക്കില്ലാണ്ട് ഒട്ടി നോക്കും. അപ്പോൾ കുറച്ച് ഫ്ലക്സ് കിക്ക് ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ MC ഉള്ളിൽ ഇട്ട പോലെ MC പുറം ഭാഗത്തും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ MC ഇട്ട് ഒട്ടിച്ചതിന് ശേഷം 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് നന്നായിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ടാങ്കിൽ ഒട്ടിച്ച ലെവലിനേക്കാണ് കുറച്ച് മുകളിലേക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ശേഷം അതിൻ്റെ പുറം ഭാഗത്തേക്ക് കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം,
അതിൻ്റെ പുറം ഭാഗം ശരിക്കും ഒട്ടിയിട്ടുണ്ട്. നമ്മളെ സിമെൻറ്റിൻ്റെ ഒരു കളറായിട്ടുണ്ടാവുക, എം സിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് തേച്ച പോലെ കളറാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നനവൊന്നുമില്ല, വീഡിയോയിൽ കാണാൻ ശരിക്കും മനസ്സിലാവും. ശരിക്കും ഒട്ടിയിട്ടുണ്ട്, വെള്ളം ലീക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ ഇതുപോലെ ഐഡിയ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മെത്തേഡാണ് ഇത്. ടാങ്ക് ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അത് ഉപേക്ഷിച്ച് കളയേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.